ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും അപകീർത്തിപ്പെടുത്താനും ശ്രമമുണ്ടെന്ന് കാട്ടി നടി കുക്കു പരമേശ്വരൻ ഡിജിപിക്കും വനിതാ കമ്മീഷനും പരാതി നൽകി. യൂട്യൂബ് ചാനലുകളിലൂടെ തനിക്കെതിരെയുണ്ടായ അപകീർത്തികരമായ ആരോപണങ്ങളിൽ നിയമനടപടി വേണമെന്നാണ് 12 വർഷം അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന കുക്കു പരമേശ്വരന്റെ ആവശ്യം. ചലച്ചിത്രാഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും അപകീർത്തിപ്പെടുത്താനും ശ്രമമുണ്ടെന്ന് കാട്ടി നടി കുക്കു പരമേശ്വരൻ ഡിജിപിക്കും വനിതാ കമ്മീഷനും പരാതി നൽകി. യൂട്യൂബ് ചാനലുകളിലൂടെ തനിക്കെതിരെയുണ്ടായ അപകീർത്തികരമായ ആരോപണങ്ങളിൽ നിയമനടപടി വേണമെന്നാണ് 12 വർഷം അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന കുക്കു പരമേശ്വരന്റെ ആവശ്യം. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നടന്ന കൂട്ടായ്മയിലെ സംഭാഷണങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവന്നു. തങ്ങൾ സംസാരിച്ച പുരുഷന്മാരുടെ പേരുകളാണ് ചോർന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും കൂട്ടായ്മയുടെ സബ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന തീരുമാനം ഉപേക്ഷിച്ചു. പിന്നീട് ഇതുവരെ അക്കാര്യങ്ങൾ ചർച്ചയായില്ല. അന്ന് ക്യാമറയിൽ ചിത്രീകരിച്ചതിന്റെ മെമ്മറി കാർഡ് ഹാജരാക്കണമെന്നാണ് ആവശ്യം. മെമ്മറി കാർഡ് തന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് KPSC ലളിത വാങ്ങിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. നടിയും മുൻ MP-യുമായ രമ്യയെ സമൂഹമാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തുകയും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തെന്ന കേസിൽ മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. KR പുരം സ്വദേശി പ്രമോദ് ഗൌഡ ആണ് അറസ്റ്റിലായത്. സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് ഇയാൾ അശ്ലീല സന്ദേശങ്ങൾ അയച്ചതെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ ഇതുവരെ 6 പേരെ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത 2 പേരെ താക്കീത് നൽകി വിട്ടു. നടൻ ദർശൻ പ്രതിയായ കൊലപാതക കേസിൽ ഇരയ്ക്ക് നീതി ലഭിക്കണമെന്ന പോസ്റ്റ് രമ്യ സമൂഹമാധ്യമത്തിൽ ഷെയർ ചെയ്തതിനെ തുടർന്ന് ദർശന്റെ ആരാധകർ നടിക്കെതിരെ കൊലപാതക ഭീഷണിയും ബലാത്സംഗ ഭീഷണിയുമായി എത്തിയത്. തുടർന്ന് 43 സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് ഭീഷണി സന്ദേശം വന്നതായി രമ്യ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗിന് പരാതി നൽകുകയായിരുന്നു. ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങളെ പഴിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തെറ്റായ പ്രചാരണങ്ങൾക്ക് കേരളത്തിന്റെ ആരോഗ്യമേഖലയെ തകർക്കാനാവില്ല എന്ന് മന്ത്രി പറഞ്ഞു. പൊതുപരിപാടിയിലെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം സമൂഹമാധ്യമത്തിലും പങ്കുവച്ചു. മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ പരിഹസിച്ചായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. ഇത്തരം പ്രചാരണങ്ങൾക്ക് ആരോഗ്യമേഖലയെ തകർക്കാനാവില്ല എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിസ്റ്റം തകരാറ് തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ ശരിവച്ച് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട്. ആശുപത്രി വികസന സമിതിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് DME ഡോക്ടർ KV വിശ്വനാഥൻ നൽകിയ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. ഉപകരണങ്ങൾ അടക്കം വാങ്ങുന്നതിൽ കമ്പനികളുമായി തുടർച്ചയായ കരാർ വേണമെന്നാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. സമയബന്ധിതമായി ഉപകരണങ്ങൾ ലഭിക്കാൻ ഇത് ആവശ്യമാണെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിസ്റ്റം തകരാറ് തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ ശരിവച്ച് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട്. ആശുപത്രി വികസന സമിതിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് DME ഡോക്ടർ KV വിശ്വനാഥൻ നൽകിയ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. ഉപകരണങ്ങൾ അടക്കം വാങ്ങുന്നതിൽ കമ്പനികളുമായി തുടർച്ചയായ കരാർ വേണമെന്നാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. സമയബന്ധിതമായ ഉപകരണങ്ങൾ ലഭിക്കാൻ ഇത് ആവശ്യമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലായിൽ ജെയിനമ്മ ജെയിൻ മാത്യു 54 കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റ്യൻ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ 52, വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ 57 എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സംശയനിഴലിലാണ്. അതേസമയം സെബാസ്റ്റ്യൻ ജെയിനമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. ജെയിനമ്മയെ കാണാതായ 2024 ഡിസംബർ 23 രാത്രിയാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങിയത്. റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തി. പെരുമ്പാവൂർ മുണ്ടിക്കലിൽ പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം. മാമ്പിള്ളി പ്ലൈവുഡ്സ് എന്ന കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. പെരുമ്പാവൂരിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഡ്രയറിൽ ലീക്കുണ്ടായതിനെ തുടർന്ന് തീ പടരുകയായിരുന്നുവെന്നാണ് നിഗമനം. തീപിടിക്കുമ്പോൾ കമ്പനിയിൽ ജീവനക്കാർ ഉണ്ടായിരുന്നെങ്കിലും പുറത്തേക്ക് മാറിയതിനാൽ അപകടം ഒഴിവായി. രാത്രി 7:30യോടെയായിരുന്നു സംഭവം. പോത്തൻകോട് ഐരൂപ്പാറ സ്വദേശിനിയായിരുന്ന പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടു. കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് നടപടി. ചുട്ടിപ്പാറ SMB നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അമ്മു സജീവൻ. 2024 നവംബർ 15 അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചത്. പത്തനംതിട്ട പോലീസ് അന്വേഷിച്ച കേസിൽ 3 സഹപാഠികളെ പ്രതി ചേർത്തിരുന്നു. ആത്മഹത്യ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അധ്യാപകർക്കും പങ്കുണ്ടെന്നും കുടുംബം ആരോപിച്ചിരുന്നു.